നാട്ടിലേക്ക് പോകാനുള്ള ദിവസങ്ങൾ അടുത്തു കേട്ടോ. അപ്പോൾ കുറേ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കുറച്ച് നേരം പിള്ളേരുടെ കൂടെ വരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളിരുന്നു. അപ്പോൾ ഞങ്ങളുടേതായിട്ടുള്ള ചെറുതായിട്ടുള്ള പാക്കിംഗ് ഒക്കെ ഞങ്ങൾ തുടങ്ങി. ബാക്കിയൊക്കെ ഏട്ടൻ വന്നിട്ട് വേണം ചെയ്യാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോന്ന് മേടിക്കാനായിട്ടൊക്കെ മറന്നിട്ടുണ്ടാവും. അപ്പോൾ മാർക്കറ്റിൽ പോയപ്പോൾ കണ്ടതാണ് ഈ ഒരു ഫ്രൈസ്. അപ്പോൾ എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ ശരിക്കുള്ള പാക്കിങ് തുടങ്ങി. അങ്ങനെ നമ്മൾ ബോട്ടിലൊക്കെ ഏട്ടൻ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പാക്ക് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി കുറച്ചും കൂടെ സാധനങ്ങൾ മറന്നപ്പോൾ വീണ്ടും മാർക്കറ്റിൽ പോയിട്ട് അതൊക്കെ മേടിക്കാനായിട്ട് പോയി. അതൊക്കെ വാങ്ങിച്ചു. എപ്പോൾ പാക്കിങ് തുടങ്ങിയാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ. പിന്നെ തലേ ദിവസം വെച്ചിട്ട് ടെൻഷൻ അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്രാവശ്യം എല്ലാം കുറച്ച് നേരത്തെ തന്നെ ചെയ്തു വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ വല്ലപ്പോഴും കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. പാക്കിങ് ചെയ്യുമ്പം എപ്പോഴും ഞങ്ങളുടെ പിന്നാലെ ഇവൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും പിന്നാലെ ഓടി വരും കേട്ടോ. അങ്ങനെ ഒരുവിധമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി കേട്ടോ. പിന്നെ പോണ അന്ന് രാവിലത്തെ ഒരു കുഞ്ഞു വീഡിയോയാണ് കേട്ടോ ഇത്. ഏട്ടൻ വരാത്തതുകൊണ്ട് തന്നെ നല്ല വിഷമമുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരെ കാണാണ്ടിരിക്കുന്ന ആ ഒരു വിഷമത്തിൻ്റെ ഒരു ഇതാണ് നമ്മളിപ്പോൾ കണ്ടത്. പിന്നെ ഞങ്ങൾ ഇറങ്ങണ സമയത്താണെങ്കിൽ ഭയങ്കര മഴയായിരുന്നു. ഞങ്ങളും പെട്ടികളും എല്ലാം നനഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബസ്സിൽ കയറി എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബസ്സിൽ കയറിയപ്പോൾ മാത്രമാണ് മഴ ഒന്ന് കുറഞ്ഞ് കിട്ടിയത്. എന്തായാലും ഇപ്രാവശ്യം ഞങ്ങൾ നല്ല മഴ കൊണ്ടിട്ടാണ് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത്. ബസ് ഇറങ്ങി ട്രോളി എടുത്ത് പെട്ടിയൊക്കെ അതിൽ കയറ്റിയിട്ട് പിന്നെ ഞങ്ങൾ പോവുകയാണ്. അപ്പം എല്ലാവർക്കും ഫ്ലൈറ്റ് കയറാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, പേടിയുള്ളവരുണ്ടാവും ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ ഈ കൂട്ടത്തിൽ ഭയങ്കര പേടിയുള്ള ആളാണ്. എത്ര തവണ കയറിയാലും എനിക്കിപ്പോഴും ഭയങ്കര പേടിയാണ് കയറാനായിട്ട്. നമ്മൾ ഫ്ലൈറ്റ് കയറി അവിടെ ഇറങ്ങിയിട്ട് ലാൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു സമയം ഉണ്ടല്ലോ, പതുക്കെ പതുക്കെ പോയി നിൽക്കുന്ന ആ ഒരു സമയത്താണ് ശരിക്കുള്ള ശ്വാസം ഒന്ന് നേരെ വീഴുക. അപ്പോൾ അത്രയ്ക്ക് പേടിയുള്ള ഒരാളാണ് ഞാൻ. പിന്നെ നമ്മൾ ആ പേടി വെച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, എന്തായാലും നമുക്ക് യാത്ര ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ എയർപോർട്ടിലത്തെ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഭാഗത്തിരുന്നു. ഞാൻ പിള്ളേർക്ക് വേണ്ടിയിട്ട് രാവിലത്തെ ചപ്പാത്തി റോൾ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതെല്ലാം കൊടുത്തു. പിന്നെ അവിടെ ഗെയിം കളിക്കാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇന്നത്തെ മൊത്തം ദിവസം ഇങ്ങനെ നാട്ടിലെത്താനായിട്ട് പോയി കിട്ടും കേട്ടോ. കാരണം 2 ഫ്ലൈറ്റ് ഉണ്ട്, കണക്ഷൻ ഫ്ലൈറ്റാണ്. 8 മണിക്കൂർ മൊത്തം ഫ്ലൈ വരുന്നുണ്ട്. അതുകൂടാതെ വെയിറ്റ് ചെയ്യുന്ന സമയം വേറെ. അപ്പോൾ പിള്ളേരെയും കൊണ്ട് പോകുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റും. അങ്ങനെ പുറത്തോട്ട് നോക്കിയപ്പോൾ നമ്മുടെ ആളെ എത്തിയിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഫ്ലൈറ്റ് കാണുമ്പോൾ ഞാൻ അത്ഭുതത്തോടെ നോക്കാറുണ്ട്. ഇത് ഭയങ്കര അത്ഭുതമാണല്ലേ എന്ന്. ഞാൻ മാത്രമാണ് അങ്ങനെ ചിന്തിക്കാറെന്നറിയില്ല. എപ്പോഴും ആകാശത്തൂടെ ഇത്രയും വലിയൊരു സാധനമല്ലേ പറക്കുന്നത് എന്ന് ആലോചിക്കുമ്പോഴേ നെഞ്ചിൻ്റെ ഉള്ളിൽ തീയാണ്. നമ്മൾ ഏതാണ്ട് ഫ്ലൈറ്റിൽ കയറാനായിട്ടുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇപ്പോഴും ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും ഒരേ ഫ്ലൈറ്റിലേക്കുള്ള ആൾക്കാരായതുകൊണ്ട് ആ കുട്ടിയും അവൻ്റെ കൂടെ കളിക്കുന്നുണ്ടായിരുന്നു. ഫ്ലൈറ്റ് ഓൾറെഡി ലേറ്റ് ആയിട്ട് ഒരു 1.5 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇവരുടെ സ്വഭാവമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നീട് ഫുഡൊക്കെ വന്നപ്പോൾ അത് കൊടുത്തു. കാര്യമായിട്ട് അവർക്ക് ഫ്ലൈറ്റിലത്തെ ഫുഡൊന്നും ഇഷ്ടമല്ല കേട്ടോ. അതിലെല്ലാം ഫ്രൂട്ട്സും ജ്യൂസൊക്കെ കിട്ടുമല്ലോ, അത് മാത്രമാണ് അവർക്ക് ഇഷ്ടമുള്ളൂ. അപ്പോൾ അതൊക്കെ കൊടുത്തു. ഞങ്ങൾ ഫ്ലൈ ചെയ്തു. പിന്നെ ആദ്യത്തെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഫ്ലൈറ്റിൽ ഭയങ്കര എയർ ടർബുലൻസ് ആയിരുന്നു. നന്നായിട്ട് പേടിച്ചു പോയി. ഒരു 3 പ്രാവശ്യം ഞങ്ങൾ നന്നായിട്ട് കുലുങ്ങി മേലേക്കും താഴേക്കും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ പകുതി ജീവൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതും കഴിഞ്ഞ് രണ്ടാമത്തെ ഫ്ലൈറ്റും കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ നാട്ടിലെത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ വീഡിയോ ഭയങ്കര ഷോർട്ടാണ്. അങ്ങനെ നമ്മൾ കൊച്ചിയിൽ സേഫായിട്ട് ലാൻഡ് ചെയ്യുമ്പോഴുള്ള ആ ഒരു ആശ്വാസം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നീടാണ് നാടിൻ്റെ കാര്യം, നാട്ടിലെത്തിയിട്ടുള്ള ആ സന്തോഷമൊക്കെ മനസ്സിലൊന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം അത്ര നേരം എനിക്ക് ടെൻഷനാണ്. പ്രത്യേകിച്ച് ഞാൻ ഒറ്റയ്ക്ക് പിള്ളേരെയും കൊണ്ട് വരുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ഇഷാന് ക്ലാസ്സിലൂടെ അവരെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവ അവിടെ ഇവിടേക്ക് ഒന്ന് ഓടിക്കളിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാനൊന്നും കൂടാതെ തന്നെ ആദ്യം അവരുടെ അടുത്തേക്ക് ഓടിപ്പോയി. അങ്ങനെ അമ്മയും അനിയത്തിമാരും അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വിളിക്കാനായിട്ട്. അങ്ങനെ അവരുടെയൊക്കെ സന്തോഷവും സ്നേഹമൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു. നാട്ടിലെത്തിയ സന്തോഷം വേറെയും. ഈ പ്രവാസ ജീവിതം അത്ര നല്ല രസമുള്ള സംഭവമൊന്നുമല്ല കേട്ടോ. അങ്ങനെ എത്രയും പെട്ടെന്ന് നമ്മളൊക്കെ ഒന്ന് റിച്ച് ആവട്ടെ, എന്നിട്ട് വേണം നമുക്ക് നാട്ടിൽ അങ്ങോട്ട് സെറ്റ് ആവാനായിട്ട്.